പട്ടികകർഷം യൂത്ത് കോൺഗ്രസ്സുകാരെടുത്ത് ഡിവൈഎഫ്ഐക്കാരെ അടിക്കുന്നു. അവിടെയാണ് ഈ പോലീസ് വണ്ടി ഇടിച്ചെന്ന് പറയുന്നത്. നമ്മുടെ മുമ്പേ അടിക്കുകയാണ്. അടിച്ചപ്പോൾ തിരിച്ച് ഡിവൈഎഫ്ഐക്കാർ പ്രതികരിച്ചാണ്. അതിനെപ്പറ്റി എന്താ അന്വേഷിക്കാനാ? അടി മേടിക്കാനായിട്ട് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. എത്ര ഡിവൈഎഫ്ഐക്കാരെ ഇവർ കയറി ആക്രമിച്ചു? അതല്ല ഞങ്ങൾ പറഞ്ഞത്. അങ്ങോട്ട് പോയി അനാവശ്യമായിട്ട് ഒരു ആക്രമണം സംഘടിപ്പിച്ച ഒരു കേസ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ഞങ്ങൾ പരിശോധിക്കും. ശരി, നമ്മൾ തീരുമ്പോൾ ഈ KPCC പ്രസിഡന്റിന്റെ ആഹ്വാനമാണ് ഇന്ന് മുന്നിലുള്ളത്. അല്പസമയത്തിനുള്ളിൽ ഈ DGP ഓഫീസിലേക്കുള്ള മാർച്ച് വരും. ആ DGP ഓഫീസിലേക്കുള്ള മാർച്ച് യഥാർത്ഥത്തിൽ എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? ഒന്നുകിൽ അവര് ഗാന്ധിയന്മാരായിട്ട് പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കും. ഗാന്ധിയന്മാരായി പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. പരമാവധി സർക്കാർ സംയമനം പാലിക്കും. പരമാവധിയല്ല, 100% സംയമനമാണ്. 101% സംയമനമായിരിക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെ ഒരു അവസരം ഉണ്ടാകില്ല. അതേ സമയത്ത് ഈ കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനും നിയമസമാധാനം ക്രമസമാധാനം കയ്യിലെടുക്കാനും പരിശ്രമിച്ചാൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല. അതിനെ നിയമപരമായി തന്നെ നേരിടാനുള്ള സംവിധാനമായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത്. താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും നമ്മൾ അവിടുന്ന് തുടങ്ങിയ യാത്രയാണ്. ആ യാത്ര മാനവീയതയോട് എനിക്കൊരു ഉപദേശമുണ്ട്. അമേരിക്കയിൽ പോവല്ലേ, നമുക്ക് വലിയ ഇഷ്ടമുള്ള ആളാ. ചികിത്സ കഴിഞ്ഞ് വീണ്ടും KPCC നേതാവായി വന്ന് പ്രവർത്തിക്കണം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കേരളത്തിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ആരെയും വ്യക്തിപരമായി നമ്മൾ അവമാനിക്കുകയും മോശപ്പെടുത്തുകയും വേണ്ട. സമരങ്ങൾ നിങ്ങളും നമ്മളും നടത്തിയിട്ടുണ്ട്. സമരങ്ങളിലൊട്ട് ഞങ്ങൾ മോശക്കാരുമല്ല. അധികാരം വരും പോകും. പക്ഷേ കേരളമാണ് വലുത്, ജനങ്ങളാണ് വലുത്. അതുകൊണ്ട് ഈ ജനങ്ങൾ ഉന്നയിച്ച 136 മണ്ഡലങ്ങളിലെ ജനങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ, ക്രിയാത്മകമായി ഉന്നയിച്ച വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ KPCC പ്രസിഡന്റിനോട് പറയുന്നത്. പ്രതിപക്ഷ പറയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ വ്യക്തിപരമായി ആക്ഷേപിച്ചോളെ. അതുകൊണ്ട് അത് ഞാൻ പറയില്ല. ഇത് റിയാസിനെ പറ്റി പറഞ്ഞു കേട്ടില്ലേ, അത് എന്നെ പറ്റി പറഞ്ഞു കേട്ടില്ലേ. ഞങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരാണ്. KPCC പ്രസിഡന്റിനേക്കാൾ സീനിയറാണ് ഞാൻ രാഷ്ട്രീയ രംഗത്ത്. നമുക്ക് അനുഭവം ഉണ്ടല്ലോ. VD സതീശൻ അത്ര ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ സഹിച്ച ത്യാഗം പിന്നെ VD സതീശൻ സഹിച്ചിട്ടുണ്ട്. എന്നെ ചീത്ത വിളിക്കും VD. ഞാൻ ജയിലിൽ കിടന്നവനല്ലേ, അടി കൊണ്ടുവനല്ലേ, പോലീസ് മർദ്ദനമേറ്റല്ലേ, ഞാൻ ഏതെങ്കിലും സമരത്ത് ഓടിപ്പോയിട്ടുണ്ടോ? സംഘാടകനല്ലേ ഞാൻ. എന്തിനാണ് ഞങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച രാഷ്ട്രീയക്കാരല്ലേ ഞങ്ങളൊക്കെ. നിങ്ങൾ വല്ല ആക്ഷേപിച്ച ജനങ്ങൾ വല്ല ഞങ്ങളെ തള്ളിക്കളയുമോ? KPCC പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. KPCC പ്രസിഡന്റിനോട് പറയുന്നത് പറഞ്ഞാൽ ഈ കണ്ണൂരിൽ നിന്ന് വന്നല്ലേ, നമുക്ക് അദ്ദേഹത്തെ തന്നെ വിളിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ തയ്യാറാണ്. കോൺഗ്രസ് ലീഗിന്റെ സ്റ്റാൻഡ് എന്താ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ, കുഞ്ഞാലിക്കുട്ടി സാഹു പറഞ്ഞല്ലോ. നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ഈ അടി വെറുതെ ഈ ചെറുപ്പക്കാർ ഈ കേസ് യൂത്ത് കൊച്ചുങ്ങളാ, കുഞ്ഞുങ്ങളാ. ഇപ്പൊ എന്റെ മക്കളുടെ പ്രായമുള്ള പിള്ളേരാ. ഇവരൊക്കെ വെറുതെ ഈ പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടി അടികൊണ്ട് കേസ് പ്രതിയായി അവരുടെ ജന്മം കളയണ്ട. എനിക്ക് അവരോട് ഉപദേശമുണ്ട്. യൂത്ത് കോൺഗ്രസിന് അടികൊണ്ട് ജന്മം പാഴാക്കരുത്. അപ്പോൾ അതാണ് യൂത്ത് കോൺഗ്രസിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശം. KPCC പ്രസിഡന്റിനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണ് മിനിസ്റ്റർ സജി ചെറിയാൻ.